നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ 1st of April നടന്നിട്ടുള്ള എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് എപ്പിസോഡിൽ നടന്നിട്ടുള്ള കാണിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പ്ലസ് നമ്മൾ ലൈവിൽ നടന്നിട്ടുള്ള കുറച്ച് സംഭവം എപ്പിസോഡിൽ കാണിക്കാത്ത കാര്യങ്ങളും കൂടി ഉണ്ട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ചെറിയൊരു വീഡിയോ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഇന്നലെ രാത്രി നടന്നിട്ടുള്ള ഗബ്രി ജാസ്മിൻ പ്രണയം എന്ന് വേണമെങ്കിൽ പറയാം, തറപ്പിച്ച് പറയാം. നോട്ട് ഫോർ ജാസ്മിൻ, അതെനിക്ക് തോന്നുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഗബ്രിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇന്നലെ രാത്രിത്തോടു കൂടി ഏകദേശം കൺഫേം ആയി. ഇനിയിപ്പോൾ ഒരു ജാസ്മിൻ എത്ര ബ്രോ എന്ന് വിളിച്ചാലും ഇനി അവർ എത്ര ഒറ്റക്കെട്ടായിട്ട് പുറത്തേക്ക് വിളിച്ചിട്ട് അവർ പുറത്തേക്ക് ഇനിയിപ്പോൾ ഞങ്ങൾ തമ്മിലൊന്നുമില്ല, ഞങ്ങൾ ഫ്രണ്ട്സാണെന്ന് എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്താ പറയുക, പുറത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു കോൺവെർസേഷനാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. കോൺവെർസേഷനല്ല, ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഒരു ഇണക്കം ഒരു ഭയങ്കര അതിതീവ്രമായിട്ടുള്ള പോസസീവ്നെസ്സൊക്കെ ഒരാളെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നലെ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ആ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം ഇത്രേ പറയാനുള്ളൂ, ചങ്ങാതി ഗബ്രിക്ക് അസ്ഥിക്ക് പിടിച്ചു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഗബ്രിക്ക് ആക്ച്വലി ജാസ്മിനോട് പ്രണയം തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു സ്ട്രാറ്റജി ആണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഒക്കെ സിനിമാ നടന്മാരും ആക്ടേഴ്സൊക്കെയാണ്, അവരൊക്കെ എത്രത്തോളം അഭിനയിക്കുന്നു അറിയില്ല. പക്ഷേ ഒരു വിധമൊക്കെ അല്ലേ നമുക്കില്ലേ ലൈവൊക്കെ ആയിട്ട് ക്യാമറ ഉണ്ടെങ്കിൽ എത്രത്തോളം നമുക്ക് അഭിനയിച്ച് നിൽക്കാൻ പറ്റും. എനിക്കത് കണ്ടപ്പോൾ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഗബ്രിക്ക് ശരിക്കും ജാസ്മിനോടൊരു പ്രണയം ശരിക്കും പിടിച്ചിട്ടുണ്ട്. പക്ഷേ ജാസ്മിൻ അത്രയും തിരിച്ചില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം വെച്ചാൽ ജാസ്മിൻ ഇപ്പോൾ എന്തോ ഈ ജാസ്മിൻ ജബ്രി കോംബോ വിട്ടുപിടിക്കണം എന്നുള്ളൊരു തോന്നൽ ജാസ്മിന് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞത് മുതൽ ആ ഒരു കോൺഫിഡൻസ് കിട്ടിയതിന് ശേഷം ജാസ്മിൻ എങ്ങനെയൊക്കെയോ ആ ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്തിട്ട് സിംഗിളായിട്ട് പ്ലേ ചെയ്യാനുള്ള ആ ഒരു ശ്രമം ജാസ്മിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഗബ്രി എനിക്ക് തോന്നുന്നു ചങ്ങാതി ഇനിയിപ്പോൾ അവൻ്റെ രണ്ട് രീതിയിൽ ഇതിനെ കാണാൻ പറ്റും. ഒരുപക്ഷെ ചിലപ്പോൾ അവൻ്റെ ആത്മാർത്ഥം കൊണ്ടായിരിക്കാം, അവന് ഭയങ്കര സ്നേഹം ഭയങ്കര ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഒരു പാർട്ട്ണറോട് ഇപ്പോൾ രണ്ടാളും കൂടി ഇതിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് കണ്ണും നോക്കി ഇരുന്നിട്ടുള്ള സംഭവമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇവന് ചിലപ്പോൾ ഒരു വിഷയം ഉണ്ടായതായിരിക്കാം. അല്ലെങ്കിൽ രണ്ടാമതൊരു പോസിബിലിറ്റി കൂടി തള്ളിക്കളയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇതൊരു ഗെയിം ഷോ ആണ്. ഗെയിം ഷോന് ഉള്ളിലകത്ത് പല ഗെയിം സ്ട്രാറ്റജീസും അവർ എടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ ഗബ്രിക്ക് ഇഷ്ടമുണ്ടായിരിക്കാം, പക്ഷേ അത്രയും ആത്മാർത്ഥമായിട്ടുള്ളൊരു ഇഷ്ടമില്ല. ജാസ്മിൻ ഇങ്ങനെ പുറത്തേക്ക് കടന്നിട്ട് ജാസ്മിൻ സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് കളിക്കുന്നൊരു സിറ്റുവേഷനിലേക്ക് ജാസ്മിൻ പോവും എന്ന് ജാസ്മിൻ സ്വയം ഡിസൈഡ് ചെയ്ത സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ ഗബ്രി ഇങ്ങനെ ചിന്തിക്കുമായിരിക്കാം, ഇവളെ ഒറ്റയ്ക്ക് അങ്ങനെ വിടണ്ട, ആ ഒരു പൊസസീവ്നെസ്സും അവളെ കുറച്ചും കൂടി ഫ്രസ്ട്രേറ്റഡ് ആക്കിയിട്ടും അല്ലെങ്കിൽ കുറച്ചും കൂടി മെൻ്റലി ജാസ്മിനെ ലോക്ക് ചെയ്തിട്ട് ജാസ്മിൻ്റെ ഗെയിമിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പോസിബിലിറ്റിയാണ്. ഈ രണ്ട് കാര്യമാണ്. എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്നവർക്ക് ഒറ്റയടിക്ക് തോന്നുന്നുണ്ട്, സാധാരണക്കാരനായിട്ടുള്ള സാധാരണക്കാർക്ക് കാണുമ്പോൾ തോന്നുന്നത് വെച്ചാൽ ഇവന് പ്രേമം തോന്നി, ഇവൾക്ക് അത് അത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിലൊരു ഫീലിംഗ് വരുന്നത്. ഇഷ്ടപ്പെട്ടില്ല അല്ല, ഇവരതിന് ഊരിപ്പോരാൻ നോക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് വരുന്നുണ്ട്. അങ്ങനെ അവർ വീണ്ടും പോയി കിടക്കുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഈ ചങ്ങാതിൻ്റെ വീട്ടുകാരൊക്കെ കാണുന്ന സമയത്ത്, ഗബ്രിയുടെ വീട്ടുകാരൊക്കെ കാണുന്ന സമയത്ത് അയ്യേന്ന് പറഞ്ഞു പോവില്ലേ, ഞാൻ സീരിയസ് ആയിട്ട് അങ്ങനെ ചിന്തിച്ചു പോട്ടോ. ഒരു പക്ഷേ പ്രേമം എന്ന് പറയുമ്പോൾ നമുക്കെന്തോ എനിക്കെന്തോ ആ ഒരു പ്രേമമാണെന്നുള്ളത് ഒരു ആക്സെപ്റ്റ് ചെയ്യും. ഈവൻ ഇഫ് ഇറ്റ് ഇസ് പ്രണയമാണെങ്കിൽ കൂടി അത് നമുക്കെന്തോ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു കാര്യം എന്ന് വെച്ചാൽ ജാസ്മിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഈ കുളി നന വൃത്തി ഇങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ അവളുടെ ലാംഗ്വേജ് സംസ്കാരം. ഞാനൊരു വളരെ ഒരു എന്താ പറയുക, ഒരു തേർഡ് പേഴ്സൺ എന്നുള്ള കണ്ടീഷനിൽ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയട്ടെ. എനിക്ക് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഗബ്രിന് ഇഷ്ടമായിരുന്നു കേട്ടോ. എന്തുകൊണ്ടെന്നറിയോ, എനിക്ക് അവൻ്റെ ചില മാനറിസംസ്, കാണാൻ നല്ല ഗ്ലാമറുള്ള പയ്യൻ, അവൻ്റെ മാനറിസംസ്, പിന്നെ അവൻ്റെ അവൻ്റെ തിങ്കിങ് പ്രോസസ്സൊക്കെ നല്ല കഴിവുള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് ചങ്ങാതി ഫീൽ ചെയ്തിരുന്നത് ആദ്യമൊക്കെ. പിന്നെ സംസാരിക്കുന്ന രീതി, അവൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിലും അതാണ് ഏറ്റവും വലിയ കോമഡി. ഇവൻ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷിലൊക്കെ ഭയങ്കര സംഭവങ്ങൾ ഇവളോട് പറയും. ഇവൾ ആരോ തട്ടിക്കളയെന്ന് വെച്ചാൽ ഇതിന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം. എഡ്യൂക്കേഷൻ്റെ പ്രശ്നമായിരിക്കാം, നമ്മൾ അങ്ങനെ ഇതാക്കി പറയില്ല, പക്ഷേ അങ്ങനെ തന്നെയാണ് സംഭവം. ഇവൻ ഇത്ര കാര്യമായിട്ട് കടുകട്ടിയിൽ ഇംഗ്ലീഷിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് ഇവൻ ഫിലോസഫിക്കലിയൊക്കെ പല കാര്യങ്ങളും അവതരിപ്പിക്കുന്ന സമയത്ത് ശരിക്കും എന്ന് വെച്ചാൽ വെള്ളത്തിൽ വരയ്ക്കുന്ന പോലെ തോന്നുള്ളൂ. കാരണം വെച്ചാൽ ജാസ്മിൻ അതൊന്നും ഏൽക്കുന്നില്ല. ബിക്കോസ് അവൾക്കിതൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും അവർക്ക് ഇംഗ്ലീഷ് പറയുന്നത് തന്നെ മനസ്സിലാവുന്നേ തോന്നുന്നുണ്ട്. അതൊരു കുറ്റമായിട്ട് പറയല്ല, പക്ഷേ ഇവൻ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് പറയുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ ചില ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ, മനസ്സിലായിട്ടും അവർക്ക് മനസ്സിലാവാതെ അഭിനയിക്കുന്ന ഒരു സിറ്റുവേഷൻ. ജാസ്മിൻ അതായിട്ട് തോന്നുന്നില്ല. അതൊന്നും മനസ്സിലാക്കാനുള്ളതുണ്ട് തോന്നുന്നില്ല.
ലാംഗ്വേജ് കേട്ടോ, അല്ലാത്ത കാര്യങ്ങളല്ല പറഞ്ഞത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവൻ പിന്നെയും പുറകെ നടക്കുന്നു, ഇവൾ പുതപ്പിനുള്ളിൽ പോയി കിടക്കുന്നു, കരയുന്നു, കെട്ടിപ്പിടുത്തണ്ടായില്ലല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോകാൻ, കെട്ടിപ്പിടിക്കുന്നില്ല, ശരിയാണ് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, അവിടുന്ന് ഇറങ്ങിപ്പോരുന്നു. ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ ആ ഹൗസിലുള്ള എത്രയധികം ആൾക്കാരെ മുന്നിൽ പരിഹാസ കഥാപാത്രങ്ങളായിട്ട് രണ്ടാളും വിലസിക്കൊണ്ടിരിക്കുകയായിരുന്നു രാത്രി. കാരണം വെച്ചാൽ ഇവരൊക്കെ അതിനുള്ളിൽ ഇരുന്നിട്ട് അതിൽ ക്രോസ് കമൻറ്റ്സ് അടിച്ചുകൊണ്ടും ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഓക്വേർഡ് മൊമെൻറ്റിൽ ഈ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കണോ? ചിലപ്പോൾ അങ്ങനെ ആയിപ്പോയതായിരിക്കാം, ഒരു രണ്ടുപേരും അടുത്തിട്ട് വിട്ടുപിരിയാൻ പറ്റാത്ത രീതിയിൽ ഗബ്രി ആയിക്കഴിഞ്ഞിരിക്കാം. ജാസ്മിന് ഇതൊരു പ്രശ്നമല്ല എന്നെനിക്ക് തോന്നുന്നു. പറയുന്നതിൽ വിഷമമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടൊക്കെ സംസാരിക്കാറുണ്ട് ചില കേസിൽ. കാരണം വെച്ചാൽ ജാസ്മിനെ സംബന്ധിച്ച് അഫെയറും ലവൊന്നും സില്ലി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാരെ മാറ്റുന്നു, പ്രത്യേകിച്ച് എൻഗേജ്ഡ് ആണെന്ന് പറയുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ അഫ്സലിൻ്റെ ഒരു കേസ് ഇതിലെടുത്ത് പറയണം. അഫ്സൽ അമീർ എന്ന് പറഞ്ഞ വ്യക്തി ആൾ അത്രയും ഡിപ്രസ്ഡ് ആണെന്നാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ആൾ അത്രയും വിഷമത്തിലാണ് എന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കിതിൽ റിവീൽ ചെയ്യാൻ കഴിയില്ല. കുറച്ച് ട്രസ്റ്റഡ് സോഴ്സ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് അഫ്സലിനായിട്ട് വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവർ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് തുറന്ന് പറയാൻ കഴിയാത്തൊരു സിറ്റുവേഷനാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് പോലും ബിക്കോസ് അജ്മൽ പിന്നെയും അഫ്സൽ അമീർ എന്ന് പറഞ്ഞ വ്യക്തി ടോട്ടലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്ക് ആകെ വിഷമമായിട്ട് ഡിപ്രസ്ഡ് സിറ്റുവേഷനിലാണ് ആളുള്ളതെന്നുള്ളതും അയാളായിട്ട് ഇതുപോലെ ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ കോൺടാക്ട് ചെയ്ത് സംസാരിക്കുന്നത് തന്നെ ആൾക്ക് അത്രയും വിഷമത്തിലുള്ള സിറ്റുവേഷനിലാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഉണ്ടായിരിക്കും നമ്മളെ കല്യാണം തീരുമാനിച്ചൊരു വ്യക്തി ഇതുപോലുള്ള കോപ്രായങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണിക്കുന്ന സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനെ പോലും വില വയ്ക്കാത്ത രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മുടെ പാർട്ട്ണർ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയി പോകും. ഞാൻ ഇതിനു മുന്നേ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, വേറെ ഒരു ദുസ്വഭാവങ്ങളും ഒരാൾക്കൊരു പ്രശ്നമായിരിക്കില്ല, പക്ഷെ നമ്മുടെ പാർട്ട്ണർ നമ്മുടെ ഈ റിലേഷൻഷിപ്പിന് നീതി പുലർത്താത്ത രീതിയിൽ സംസാരിക്കുന്ന അതുപോലെ രീതിയിലുള്ള ആക്ട് അവർ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമയത്ത് അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ അഫ്സൽ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് എനിക്കത് എന്താണ് എന്ന് കറക്റ്റ് ഇൻഫർമേഷൻ റിവീൽ ചെയ്യാൻ പറ്റില്ലെങ്കിലും കാണുന്ന പ്രേക്ഷകർ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറയാതെ പറയുന്ന സംഭവം ഇത്രയേ ഉള്ളൂ. ദിസ് ഗൈ ഈസ് ടോട്ടലി ഫ്രസ്ട്രേറ്റഡ്. കാരണം ഈ പെണ്ണ് അതിനുള്ളിൽ കിടന്ന് കാണിക്കുന്ന സംഭവങ്ങൾ ഈവൻ പേരൻസ് പോലും പറഞ്ഞിട്ട് പോലും ഒരു മാറ്റം കൊണ്ടുവരാൻ ഇനി കഴിയില്ല. കാരണം വെച്ചാൽ അതിനുശേഷം ഇന്ന് ഡേ നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിരുന്നു ഉണ്ടായത്. ഇതാണ് ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം എന്ന് ഈക്വലി അല്ലെങ്കിൽ ഇതിനേക്കാൾ ഒന്നും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ജാൻമോണി ദാസ് എന്ന് തന്നെ ഞാൻ പറയും. കാരണം വെച്ചാൽ ഇന്ന് ഫസ്റ്റാണ് ജാൻമോണി അവരുടെ ഷെല്ലൊക്കെ ബ്രേക്ക് ചെയ്ത്. എനിക്ക് തോന്നുന്നു എന്നോടൊരാൾ പറഞ്ഞിരുന്നു ജാൻമോണി ഫയറാണ് എന്ന്. ജാൻമോണിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എന്ത് ക്യാരക്ടറാണോ ആ വ്യക്തി ജാൻമോണി അറിയുന്നൊരു വ്യക്തി എന്നോട് സംസാരിച്ചിട്ടുള്ളത്, ആ ഒരു ക്യാരക്ടർ, ആ ഒരു കൂതറ ക്യാരക്ടർ, അങ്ങനെ തന്നെ പറയണം, ആ ഒരു കൂതറ ക്യാരക്ടർ ഇന്ന് പുറത്തേക്ക് ജാൻമോണി എടുത്തു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടായിരിക്കാം. ബിക്കോസ് ജാസ്മിൻ അല്ല, ബിക്കോസ് രശ്മിൻ, അർജുൻ അവരുടെ ആ പവർ ടീം പ്ലസ് അതിനിപ്പുറത്ത് ആ ഒരു ചായ പ്രശ്നങ്ങൾ കണ്ടവർക്ക് എല്ലാവർക്കും പറയാം. രാവിലെ അവൾ ചായ കുടിച്ചില്ല, ചെന്ന് കയറി ചെല്ലുന്നു, ചായ ചോദിക്കുന്നു, അവർ കുറച്ച് പറയാറിയുന്നു, അവർ പുറത്തേക്ക് പോകുന്നു. അവരുടെ ആ ഫ്രസ്ട്രേഷനും ആ കോംപ്ലക്സ് ഈഗോ എല്ലാം കൂടി ജാൻമോണി ദാസിന് വർക്കൗട്ട് ആയി. അവർ നിരാഹാരം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഇതാക്കണ്ട, പട്ടിണി കിടക്കുകയാണ്. നിരാഹാരം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വലുതാക്കണം. നിരാഹാരമൊക്കെ വലിയ കാര്യങ്ങൾക്ക് ആൾക്കാർ കിടക്കുന്നല്ലേ. ഇവർ പോയി പട്ടിണി കിടക്കുന്നു. അതിനും ഭക്ഷണത്തിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അൺവാണ്ടഡ് ആയിട്ട് ഈ ഒരു സ്പേസിലല്ല നമുക്കും തന്നെ ക്യാമറ സ്പേസ് ഉണ്ടാക്കി കളയാം എന്ന് ഇടപെട്ട് സംസാരിക്കുന്ന അൻസിബേനെയും പിന്നെ മറ്റേ എന്താ പറയുക അപ്സരേനെയും ഇവരെയൊക്കെ നമ്മൾ കൂട്ടത്തിൽ കണ്ടുപോയി ആശ്വസിപ്പിക്കുന്നു. ഇവൾ ഭയങ്കര സ്റ്റേണായിട്ട് അവിടെ കിടക്കുന്നു, ഭയങ്കരമായിട്ട് കിടക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. ഈ സമയത്താണ് നമ്മുടെ അർജുൻ ചെന്ന് സംസാരിക്കുന്നുണ്ട്. ഐ ലൈക്ക് ദിസ് ഗൈ വെരി മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അർജുനെ. പ്രത്യേകിച്ച് നമ്മൾ അവൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണെന്നുണ്ടെങ്കിലും ഈവൻ സംസാരിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വളരെ മച്ചുവേർഡായിട്ട് ചിന്തിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി, സ്ലോ ആയിട്ട് കാര്യങ്ങൾ കേട്ട് അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് അർജുനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ അർജുൻ ചെന്ന് സംസാരിച്ചത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പെറുക്കിയെടുക്കാവുന്ന രീതിയിലുള്ള സെൻറ്റൻസസ് ആണ് അർജുൻ സംസാരിച്ചത്. 1, 2, 3, 4 എന്നുകൊണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ജാൻമോണിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതിനെന്താണ്, എനിക്ക് അർജുൻ്റെ ഇഷ്ടപ്പെട്ട ഡയലോഗ് എന്താ വെച്ചാൽ പെട്ടെന്ന് ഓർത്താണ്, നിങ്ങൾ എന്ത് സൊല്യൂഷനാണ് ഇതിനെ കാണുന്നതെന്ന്. വെരി ആപ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ചോദിക്കില്ലേ അല്ല എന്തെങ്കിലും അടുത്ത പ്ലാൻ എന്ന് ചോദിക്കുന്നതിന് വളരെ ബ്യൂട്ടിഫുള്ളി കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് അർജുന ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ, ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ് നിങ്ങൾ കാണുന്ന വയ്ക്കുന്ന സമയത്ത് അവരൊന്നും പറയുന്നില്ല. എന്ന് മാത്രമല്ല രശ്മിൻ അഗെയിൻസ്റ്റ് ആയിട്ട് അവർ വളരെ മോശമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇന്ന് സംസാരിച്ചിട്ടുള്ളത്. എനിക്ക് സീരിയസ് ആയിട്ട് പറയാം, കടുത്ത വിയോജിപ്പുണ്ട് ജാൻമോണി ദാസിനോട്. കാരണം വെച്ചാൽ രശ്മിൻ ഇസ് ഈക്വൽ ടു
എവ്രി വൺ. അവർ കുറേ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, അവർക്ക് കുറേ സെലിബ്രിറ്റീസിനായിട്ട് കണക്ഷൻ ഉണ്ട്. അവർ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പെരട്ടകൾക്ക് കുറച്ച് റോള് കിട്ടും എന്ന് വിചാരിച്ച് ഇവർ കുറച്ച് ആൾക്കാർ അതിനെ കയ്യും കാലും പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി എവറി പേഴ്സൺ ഇൻ ബിഗ് ബോസ് ഹൗസ് ഹാസ് ഹിസ് ഓർ ഹെർ ഓൺ ഐഡൻറ്റിറ്റി. ആ ഒരു ഐഡൻറ്റിറ്റി വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമാക്കിയിട്ടാണ് രശ്മിൻ ഇന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ രശ്മിൻ അവിടെ ഒരു കോമണറായിട്ട് കയറി വന്നു എന്ന് വിചാരിച്ചിട്ട് ഇവരൊന്നും താഴെയല്ല. ആറ്റിറ്റ്യൂഡ് പല ആൾക്കാരും കാണിക്കും. ജാൻമണി ദാസിന് ഇവരുടെ ഒന്നും ആറ്റിറ്റ്യൂഡ് പിടിക്കുന്നില്ല. എനിക്ക് എൻ്റെ അച്ഛൻ എന്താ പറയുക, എൻ്റെ അച്ഛൻ ചായ തന്നു, ഇപ്പോൾ വെള്ളം തന്നു, പാല് തന്നു, എനിക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കുടിക്കാം, എനിക്കിതിനൊന്നും ആവശ്യമില്ല. എൻ്റെ കാൽച്ചുവട്ടിൽ അവൾ വന്നു കഴിഞ്ഞാൽ, അതാണ് പറഞ്ഞത്, എൻ്റെ കാലിലടിയിൽ അവർ വന്നു കഴിഞ്ഞാൽ മാത്രമേ അവൾ പട്ടിണി ഒഴിവാക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിനൊന്നും ആവശ്യം വന്നില്ല. അതിനുശേഷം നേരെ പോയിട്ട് കോംപ്രമൈസ് ആയി. കാരണം വെച്ചാൽ രശ്മിൻ അവിടെ വരുന്നു, സംസാരിക്കുന്നു, ജാനു എന്നൊക്കെ വിളിച്ച്, ജാനമ്മ എന്തൊക്കെ വിളിച്ചിട്ട് അവർ തമ്മിൽ കോംപ്രമൈസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ രണ്ട് സിറ്റുവേഷൻസായി അവരുടെ കച്ചറ കൂതറ സ്വഭാവം, അവരുടെ ഉള്ളിലുള്ള ജാൻമണി ദാസിൻ്റെ ഉള്ളിലുള്ള ശരിക്കുള്ള ജാൻമണി പുറത്തേക്ക് വന്ന് ആ ഒരു സ്വഭാവം കാണിച്ചു. ഞാൻ ഈ കച്ചറ കൂതറ എന്ന് പറഞ്ഞാൽ എനിക്ക് അത് തന്നെയാണ് ഫീൽ ചെയ്ത് കേട്ടോ. എനിക്കത് സീരിയസ്ലി അവർ ഒരു അൺവാണ്ടഡ് ആയിട്ടാണ് കഴിഞ്ഞ ദിവസം ഷൗട്ട് ചെയ്ത് ഷോ കാണിക്കുന്നത് തോന്നിയത്. ഇന്നും അതുപോലെ തന്നെ ഞാൻ ഇത് കാണിക്കുന്നതൊക്കെ പറയുമ്പോൾ ഒരു ഇറിറ്റേറ്റീവിൻ്റെ അപ്പുറമാണത്. ഇറിറ്റേഷൻ എന്ന് മാത്രമല്ല, എന്തോ ഒരു കൾച്ചറില്ലാത്ത രീതിയിൽ ഒരു കച്ചറയായിട്ടുള്ള ഒരു സ്ത്രീ പെരുമാറുന്ന രീതിയിലുള്ള പെരുമാറുള്ള അവർ പറഞ്ഞു. അവരിതൊക്കെ കാണിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു ഹീറോയിനായിട്ട് ഭയങ്കരമായിട്ട് അവർക്ക് സ്വയം തോന്നുമായിരിക്കാം. പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ വിധി എഴുതുന്ന പ്രേക്ഷകരാണ്. ഞാൻ അതിലൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അവരുടെ കൂടെ നിൽക്കുകയില്ല, 100% ഷുവറാണ്. എൻ്റെ ഒരു വോട്ട് ഇന്ന് അഥവാ ഈ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഒരു വോട്ടിൻ്റെ കേസ്, ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളൊരാളാണ്, എൻ്റെ ഒരു വോട്ടിൻ്റെ ഒരു ബലം ഞാൻ എപ്പോഴും കാണിക്കുന്ന ജാൻമണിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും. ഒരിക്കലും അവർ ആ കാണിച്ച സംഗതിയോട് രാവിലെ ഒരു മനുഷ്യൻ ചായ ചോദിക്കുന്ന സമയത്ത് കൊടുക്കാതിരുന്ന സ്വാഭാവികമായിട്ടും തോന്നുമായിരിക്കാം. പക്ഷേ ഇന്നിങ്ങനെ ഒരു പട്ടിണി കടന്നിട്ടും ആ ഒരു സീൻ ഉണ്ടാക്കിയതും പ്രത്യേകിച്ച് അവരെന്തൊക്കെയാണ് എന്നുള്ളത് അവർ പറഞ്ഞു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. കാരണം വെച്ചാൽ അവർ തന്നെ ഓൾറെഡി അറിയാം അവർ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഈ ബിഗ് ബോസിൽ വരുന്ന ഏതൊരു വ്യക്തിയും മലയാളം ഫിലിം ഇൻഡസ്ട്രിയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഒരുപാട് പേര് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഇവരുമായിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവരുടെ കാല് പിടിച്ച് നിൽക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരുപാട് അവരുടെ അടിമ പോലെ അവർ പറയുന്ന രീതിയിൽ ജാനമ്മ എന്നൊക്കെ വിളിച്ചിട്ട് ആണ് പെരുമാറുന്നത്. അപ്പോൾ അതൊന്ന് വ്യത്യാസമായിട്ട് ഇന്ന് രശ്മിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയ സംഭവം കഴിഞ്ഞ ദിവസം ഗബ്രിയുടെ ഭാഗത്ത് നിന്ന് കണ്ടു. അത് കണ്ട സമയത്ത് എനിക്ക് സീരിയസ്ലി രശ്മിനോടും റെസ്പെക്റ്റ് തോന്നിയിട്ടോ. സീരിയസ് ആയിട്ട് ഇന്ന് എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ഇന്നലെ നമ്മൾ ശരിയാണ് ലാലേട്ടന് മുന്നിലുള്ള രശ്മിനെ നമ്മൾ സീരിയസ്ലി അതിനെ വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ എന്തായാലും പറയും. ഇതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ജാൻമണി ദാസ് സ്റ്റോപ്പ് ചെയ്യാറ് നല്ലത്. സ്റ്റോപ്പ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ വോട്ട് ചെയ്യുന്ന പ്രേക്ഷകർ അത് സ്റ്റോപ്പ് ചെയ്യും. അതോടുകൂടി പരിപാടി നിർത്തി പുറത്തേക്ക് പോകേണ്ടി വരും. ഇതൊക്കെയാണ്, ഇത് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഉണ്ടായത്. പിന്നെ ഇപ്പോൾ നോമിനേഷൻ്റെ കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓപ്പൺ നോമിനേഷൻ ഗബ്രി, ജാസ്മിൻ ഉണ്ട്. ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ വോട്ട്സ് കിട്ടിയിട്ടുള്ളത്. നോമിനേഷൻ്റെ കാര്യത്തിൽ ഞാൻ കിടക്കുന്നില്ല, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. പിന്നെ നോറയുടെ വക വീണ്ടും നമ്മളൊന്നും പറയാൻ പാടില്ല. നമ്മളെ പറ്റി എല്ലാവരും നല്ല തന്നെ ധരിച്ചാലും നമ്മളെ പറ്റി ഒന്നും മോശം പറയാൻ പാടില്ല. എന്തെങ്കിലും മോശമല്ല, നമ്മളെ പറ്റി എതിരഭിപ്രായം ഒന്നും പറയാൻ പാടില്ല. ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം എന്നോട് എല്ലാവരും പെരുമാറുന്നതും എന്നെ എല്ലാവരും കാണുന്നതും. തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കപ്പോൾ സങ്കടമായി. പിന്നെ നേരെ ഒരുപക്ഷെ ചിലപ്പോൾ ഇതൊക്കെ ഒരു സ്ട്രാറ്റജിയാണ്. സംഗതി എന്താ വെച്ചാൽ ഇതിങ്ങനെ ചെയ്യുന്നു, കരഞ്ഞിരിക്കുന്നു, കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുന്നു, അവിടെ ചെല്ലുന്നു, 2 വാക്ക് ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കഴിഞ്ഞു. 2 വാക്ക് ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ആളാണെന്ന് ആ സൗണ്ടിൽ ബിഗ് ബോസ് പറയുമ്പോൾ അവിടെ ക്ലിയർ ആവുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പേഴ്സൺ എന്ന് വെച്ചാൽ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് ആ കൺഫെഷൻ റൂമിലുള്ള ഒരു സ്പേസും അത് പ്രൊമോയിലൂടെ പുറത്തു വരുന്നു, എപ്പിസോഡിലൂടെ കാണിക്കുന്നു എന്നുള്ള ആ ഒരു സ്പേസാണ് ഇവരൊക്കെ കാണുന്നത്. പക്ഷേ വിവരവും ബുദ്ധിയും വിവേകമുള്ള പ്രേക്ഷകർ അതിനെ നല്ല രീതിയിൽ വിലയിരുത്തും എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇത്രത്തന്നെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾ എന്താണ് നിങ്ങൾ തോന്നുന്നത് വെച്ചാൽ ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും വിയോജിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്തൊരു വീഡിയോ വെച്ച് കാണാം.